ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ ആ ഭാഗം, ആ പറഞ്ഞത് ഒന്ന് കാണാം. അതേസമയം ഭരണത്തിൽ വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, സുഹൃത്തെ, ഞങ്ങൾക്ക് ഒരു നീതിയും ലഭിച്ചിട്ടില്ലല്ലോ, അത് മാറി പുതിയ ആൾ വരുമ്പോൾ നമ്മൾ വരുമ്പോൾ ഞങ്ങളെല്ലാം പരിഗണിക്കാമെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി നിങ്ങളേതായ സമുദായത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലേ? അതേസമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നല്ലോ നരേന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുറവുണ്ടായിരുന്നല്ലോ, അത് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന കാര്യം നിങ്ങൾ എന്താ പറയാത്തത്? അപ്പോൾ അധികാരത്തിൽ കയറിയ ശേഷം മുസ്ലിങ്ങൾക്കുള്ള കുറവ് പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് ഉത്തരവിറക്കി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയപ്പോൾ ഈഴവ സമുദായത്തുൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ കുറവും നരേന്ദ്രൻ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും ഉത്തരമില്ല. മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശങ്കർ സാറിന് ശേഷം ഞങ്ങൾക്ക് എന്ത് കിട്ടി? 60 കൊല്ലത്തിന് മേലായില്ലേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ സ്കൂളിതാ, കോളേജിതാ, മലപ്പുറത്തൊന്നുമില്ലല്ലോ, വയനാടൊന്നുമില്ലല്ലോ, കാസർഗോഡൊന്നുമില്ലല്ലോ, 3 ജില്ല, മലപ്പുറം, മലബാർ പ്രദേശം ഒന്നുമില്ല, ഒരു കുടിപ്പണൽ കുടുംബമില്ല. ഈ നോക്കാൻ പാർക്കലാമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നല്ലാതെ അതിനുശേഷം ആലുവ മണപ്പുറത്ത് പോലും കണ്ട ഭാവിയില്ലെന്ന് മാത്രമല്ല, അധികാരത്തിൽ ഇരുന്നുകൊണ്ട് പിന്നെ അവരുടെ വകുപ്പ് അവരുടെ സമുദായത്തിൻ്റെ വകുപ്പായി കണ്ടുകൊണ്ട് എല്ലാം ഒപ്പിട്ടെടുത്തു. ഈ മതേതരത്വം ജനാധിപത്യം പറയുന്ന ലീഗ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളൊന്നും അറിയാമല്ലോ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയല്ലേ. ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തവരല്ലേ ഇവർ. മലപ്പുറത്ത് പ്രഖ്യാപിച്ചില്ലേ അവരുടെ മന്ത്രിമാരും വകുപ്പും. ഈ കോൺഗ്രസ്സുകാർക്ക് വല്ലതും ചെയ്യാനെത്തോ? ഏറാമൂളുക മാത്രമല്ലേ ചെയ്തത്. അപ്പം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തവരല്ലേ, ജനാധിപത്യം കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. അവിടെ ദാർഢ്യവും അഹങ്കാരവും മണി പവറും മസിപ്പവറും മാൻ പവറും ഉണ്ട് എന്നുള്ള തോന്നലോടുകൂടി ആരോട് എന്ത് ചെയ്യാനുള്ള അഹങ്കാരം. അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത് ഉമ്മൻചാണ്ടി ഇരിക്കെ മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ അവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത 5ാം മന്ത്രി കൂടെ എടുത്ത കേരളത്തിൽ, ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ ജനാധിപത്യത്തിൽ? ശ്രീ ജയചന്ദ്രൻ, താങ്കൾ സൂചിപ്പിച്ച ഇതാണെന്ന് 2011-16 UDF ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അക്കാലത്തെ മുസ്ലിം ലീഗിൻ്റെ രീതികളെക്കുറിച്ച്, നടപടികളെക്കുറിച്ച് ഒക്കെ ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞു വെച്ചത്. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു വന്നതിനിടയിൽ സാന്ദർഭികമായി അതുകൂടി ചർച്ചയുടെ ഭാഗമായി ചൂണ്ടിക്കാട്ടിയതാണ്. പറയാം, താങ്കൾ പൂർത്തിയാക്കിക്കോളൂ. അതെ, അതുതന്നെയാണ് പിന്നെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സ്വീകരിച്ചു പോരുന്നൊരു സമീപനമുണ്ടല്ലോ ലീഗ് നേതാക്കളിൽ നിന്ന്. മുസ്ലിം ലീഗിനെ അദ്ദേഹം പലവട്ടം വെള്ളാപ്പള്ളിയോട് നമുക്ക് യോജിക്കാം, പക്ഷേ പറയുന്ന വസ്തുതകളെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം ആ ഭാഗത്തു നിന്ന് വരുന്നത് ഇതാ മുസ്ലിങ്ങളെ വിമർശിച്ചിരിക്കുന്നു വെള്ളാപ്പള്ളി എന്നുള്ള നിലയിലാണ്. പക്ഷേ വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ അല്ല വിമർശിക്കുന്നത്. അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ നിരന്തരമായി ഉന്നയിച്ചു പോരുന്നത്. അതെല്ലാം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി കഴിഞ്ഞ ഈ നൂറ്റാണ്ടിൻ്റെ 2000 മുതൽ 2025 വരെയുള്ള കാലയളവിൽ നമ്മൾ കണ്ട എത്രയോ സംഭവവികാസങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭരണകാലത്തെ ഇടപെടലുകൾ തെറ്റായ ദിശയിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ പരമാവധി കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട് പല തരത്തിലും. അത് പിന്നെ അവർക്കത് യോജിക്കുന്നതായിരിക്കാം, ബാക്കിയുള്ള എല്ലാവരും യോജിച്ചു കൊള്ളണമെന്നില്ല. രാഷ്ട്രീയമായി വിയോജിപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നിട്ടുമുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത് രാഷ്ട്രീയ വിമർശനമല്ല, അതാണ് പ്രാധാന്യമുള്ള കാര്യം. അദ്ദേഹം ഇപ്പം ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് മുസ്ലിങ്ങളെ വിമർശിക്കുകയല്ല എന്നതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി പിന്നെ ഇത് സംസാരിക്കുമ്പം BJPയുടെ RSSൻ്റെ കാര്യം പറയുമല്ലോ. BJP RSSനെ വിമർശിച്ചാൽ ഹിന്ദുക്കളെ വിമർശിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത് പോലെയാണ് വെള്ളാപ്പള്ളിയുടെ ലീഗ് വിമർശനം മുസ്ലിങ്ങളാണ് വിമർശിക്കുന്നത് പറയുന്നത്. അത്രയുള്ള അതിനകത്ത് കാര്യം. ആ വിമർശനങ്ങൾക്ക് സാങ്കത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനാണ് ലീഗ് മറുപടി പറയേണ്ടത്. പക്ഷേ അവരെപ്പോഴും അതിനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റിടത്തേക്കാണ്. ഏതാണ് ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു മുസ്ലിങ്ങളെ. ഇതിന്
സതീശൻ പറഞ്ഞത് കേട്ടില്ലേ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേട്ടില്ലേ, എല്ലാ ആഴ്ചയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ ഓരോ പത്രസമ്മേളനം വെള്ളാപ്പള്ളി നടത്തിയാൽ ഞങ്ങൾക്ക് സുഖമായിരുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? കാര്യങ്ങൾ പറയാൻ ഇവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല എന്നുള്ളൊരു നിലയാണോ ഇവർ UDF ആഗ്രഹിക്കുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉണ്ടോ ഇല്ലയോ, കിട്ടുമോ ഇല്ലയോ എന്നത് നോക്കിയിട്ടാണോ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെ പിന്നെ പരസ്യമായി പറയേണ്ടത്? അല്ലല്ലോ. അദ്ദേഹത്തിന് പറയാനുള്ളത് പറയും. മുൻപ് ഈ പിന്നെ CPM വിമർശന വിധേയമായിട്ടുണ്ട് വെള്ളാപ്പള്ളിയാൽ, ഇല്ലേ? പരസ്യമായി തന്നെ CPMനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി വിമർശിച്ചിട്ടില്ലേ? അന്നാരും ഇങ്ങനെ പറയാനുണ്ടായിരുന്നില്ലല്ലോ. CPMലെ ആരും അങ്ങനെ പറഞ്ഞില്ല, വെള്ളാപ്പള്ളി അങ്ങനെ വിമർശിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞില്ല. വെള്ളാപ്പള്ളിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തന്നെ അംഗീകരിച്ച പാർട്ടിയാണ് CPIM. അദ്ദേഹം സമുദായ നേതാവ് എന്നുള്ളതിന് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന്. ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു സമുദായ നേതാവ് മറ്റാരാണ് കേരളത്തിൽ ഇന്നുള്ളത് എന്നുകൂടെ പറയണം ഈ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നവർ. മറ്റൊരു സമുദായ നേതാവും ഇത്രയും സീനിയോറിറ്റിയുള്ള ഒരു സമുദായ നേതാവും കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് എൻ്റെ അറിവിലില്ല അക്ഷരത്തെ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൽ കാമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കണക്കിലെടുക്കേണ്ട വസ്തുത. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനെ വെള്ളാപ്പള്ളി വിമർശിച്ച കാര്യങ്ങളിൽ കാമ്പുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ ശ്രീ ജയചന്ദ്രൻ, താങ്കൾ പറയുന്നത് 2000 ഇപ്പോൾ താങ്കൾ പറഞ്ഞാൽ ഏറ്റവും സീനിയറായ ഒരു സമുദായ നേതാവാണ്. അത്ര ദീർഘകാലത്തെ ഒരു പ്രവർത്തന അനുഭവത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് 2011 മുതൽ 16 വരെ, അതിനു മുമ്പ് പിന്നോക്ക സമുദായ മുന്നണി രൂപീകരിച്ചത്, നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടും ഒന്നും ചെയ്യാതിരുന്നത്, അതേസമയം മുസ്ലിം ബാക്ക്ലോഗ് പരിഹരിക്കാൻ സർക്കാർ സന്നദ്ധമായത്, ഈഴവർക്ക് വേണ്ടി ചെയ്യാതിരുന്നത്, പിന്നോക്ക സമുദായങ്ങൾക്കാകെ വേണ്ടി ഇതൊക്കെ പറഞ്ഞാണ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് 5ാം മന്ത്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം എന്ന ഏറ്റവും വലിയ വിമർശനം ആ സർക്കാർ നേരിട്ടത്. ഇതൊക്കെയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് മുസ്ലിം ലീഗ് അദ്ദേഹത്തിൻ്റെ ഈ വിമർശനങ്ങളെ 2011-16 ഓർമ്മപ്പെടുത്തിയതിനെ നിഷേധിക്കാനും തയ്യാറാകണം, ഇതിന് മറുപടി പറയാൻ ലീഗ് തയ്യാറാകണം, ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് ആ നിലയിൽ തന്നെ സമൂഹവുമായി ചർച്ച ചെയ്യാൻ, ഡിബേറ്റ് ചെയ്യാൻ മുസ്ലിം ലീഗ് തയ്യാറാകണമെന്നാണോ? അല്ല, അതിനകത്ത് ആ വസ്തുത നോക്കൂ. 2000 നരേന്ദ്ര കമ്മീഷൻ രൂപീകരിക്കുന്നത്. തൊട്ടടുത്ത വർഷം നടന്ന ഇലക്ഷനിൽ ആൻ്റണിയാണല്ലോ അധികാരത്തിൽ വരുന്നത്. എന്തായി നരേന്ദ്ര കമ്മീഷൻ്റെ ശുപാർശകൾ എന്തായി എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. എവിടെയും നമ്മൾ പരതി നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിനുശേഷം സച്ചാർ കമ്മിറ്റിയെ നിയമിച്ചത് പിന്നെ 1ാം UPA സർക്കാരിൻ്റെ കാലത്താണല്ലോ. 2005 നിയമിക്കുന്നു, 2006 തന്നെ ആ റിപ്പോർട്ട് വരുന്നു. റിപ്പോർട്ട് വന്നതിന് ശേഷം പിന്നെ ഈ കേരളത്തിൽ അന്ന് PS സർക്കാരാണ്, 2006 മുതലുള്ള സർക്കാർ അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യ ആകമാനം എടുത്തു നോക്കിയാൽ അതെ അല്ല, സച്ചാർ കമ്മിറ്റി പറയുന്നത് ഇന്ത്യയിൽ ആകമാനം എടുത്തു നോക്കിയാൽ SC വിഭാഗത്തിനേക്കാളും വളരെ മോശപ്പെട്ട നിലയിലാണ് മുസ്ലിങ്ങളുടെ ജീവിത സാഹചര്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ. അത് VS സർക്കാരാണ് നടപ്പിലാക്കുന്നത് എന്ന് മാത്രമോ ഇന്ത്യയിൽ ആദ്യമായി ഒരു ന്യൂനപക്ഷ ക്ഷേമത്തിനൊരു വകുപ്പ് വരുന്നത് ഈ കേരളത്തിലാണെന്ന് VS സർക്കാരിൻ്റെ കാലത്ത്. പാലോളിയാണ് മന്ത്രിയായിട്ട് ആദ്യം മന്ത്രിയായിട്ട് നിയമിക്കപ്പെടുന്നത്. പാലോളിയാണ്. ഇല്ലേ? ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ? അല്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംഭാവന എന്താണ് ഇത്തരം കാര്യങ്ങളിലുള്ളത് എന്നുകൂടെ പറയണ്ടേ? അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾക്ക് വിമർശിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സമുദായ നേതാവ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ മെറിറ്റിൽ കാര്യങ്ങളെ അസസ് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും തയ്യാറാവുന്നതിന് പകരം രാഷ്ട്രീയമായി ആക്രമിക്കാൻ ചെന്നാൽ അത് ആക്രമിക്കുന്നവർ ഈ വെള്ളാപ്പള്ളിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് സംഭവിക്കണം എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കും. അത് പിന്നെ അരുൺകുമാർ പറഞ്ഞതുപോലെ അധികം വൈകുകയില്ല, 4-5 മാസം കഴിയുമ്പോൾ അറിയുകയും ചെയ്യാമല്ലോ.